ഗുഡ് മോർണിംഗ്. ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് പുട്ടും ചിക്കൻ കറിയാണ്. കഴിച്ചതിന് ശേഷം ഇത്തിരി അലക്കാറുണ്ടായിരുന്നു. അത് മെഷീൻ്റെ അകത്തേക്കിട്ട് വേഗം അടിച്ചു വരാൻ വേണ്ടി പോയി. ഇന്ന് കുറച്ച് കൂടുതൽ അലക്കാനുണ്ട്. 2 ദിവസമായി പുറത്തൊക്കെ ആയിരുന്നു. അതുകൊണ്ട് തന്നെ അലക്കലൊന്നും നടന്നിട്ടുണ്ടായിരുന്നില്ല. റൂമിലേക്ക് ചെന്ന് നോക്കിയപ്പോൾ എല്ലാം കൂടി അലങ്കോലായാണ് ഉണ്ടായിരുന്നത്. ബെഡ്ഷീറ്റൊക്കെ നീങ്ങിയിട്ടുണ്ട്. മോനിപ്പോൾ ഉറങ്ങി എണീറ്റതേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ വേഗം ബെഡ്ഷീറ്റൊക്കെ റെഡിയാക്കി. കയ്യിലൊരു ഫോണ് പിടിച്ചുകൊണ്ടാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇത്തിരി പ്രയാസം ഉണ്ടായിരുന്നു ചെയ്യാൻ വേണ്ടി. ബെഡ്ഷീറ്റൊക്കെ നേരെയാക്കിയതിന് ശേഷം വേഗം തന്നെ അടിച്ചു വരാൻ വേണ്ടി തുടങ്ങി. ടൗൺ ഏരിയ ആയതുകൊണ്ട് തന്നെ നല്ല പൊടി ഉണ്ടായിരുന്നു. എപ്പോഴും അടിച്ചു വാരുമ്പോൾ നല്ല പൊടി ഉണ്ടാവും. ഈവനിങ് അടിച്ചു വാരലും ഇതേപോലെ തന്നെ ഉണ്ടാവും. അതിൻ്റെ കൂടെ എൻ്റെ കുട്ടിക്കുറുമ്പന് കുറേ പാവകൾ ഉണ്ടാക്കലാണ് പണി. ഇതേപോലെ തുണിക്കഷ്ണങ്ങളൊക്കെ മുറിച്ച് കുറേ കുഞ്ഞു 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 കളിപ്പാട്ടങ്ങൾ ഉണ്ടാക്കലാണ് അവൻ്റെ പണി. അത് വെച്ചാണ് അവൻ കളിക്കുക. എത്ര ടോയ്സ് മേടിച്ച് കൊടുത്താലും അവനിങ്ങനെയുള്ള തുണിക്കഷ്ണങ്ങൾ വേണം. അത് കട്ട് ചെയ്ത് അത് കെട്ടി ഓരോ രൂപങ്ങൾ ഉണ്ടാക്കി വെക്കും. അതുകൊണ്ടാണ് എപ്പോഴും നോക്കിയാലും ടൈലർ ഷോപ്പ് പോലെ വീട്ടിൽ നിറയെ തുണിക്കഷ്ണങ്ങൾ ഉണ്ടാവും. അവന് പുസ്തകങ്ങളൊക്കെ വായിക്കാൻ ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ അവന് ബാലരമ മേടിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു. ഇന്നലെ രാത്രി ഇതൊക്കെ വായിച്ച് അവിടെ ഇട്ടിട്ടാണ് പുള്ളി കിടന്നുറങ്ങിയത്. വേഗം വന്ന് ഇത് ക്ലീൻ ചെയ്ത് ഒരുക്കി വെക്കുക എന്ന് പറഞ്ഞപ്പോൾ വേഗം വന്ന് എന്നെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു. വേഗം അവൻ്റെ പുസ്തകങ്ങളൊക്കെ എടുത്തു കൊണ്ടുപോയി ഒക്കെ റെഡിയാക്കി വെച്ച് തന്നു. കുട്ടികളെ ചെറുപ്പത്തിൽ തന്നെ അങ്ങനെ നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി പഠിപ്പിക്കുന്നത് നല്ലതാണ്. ഇങ്ങനെ അവരെ പുസ്തകങ്ങൾ എടുത്ത് വെക്കാനും ഡ്രസ്സ് എടുത്ത് വെക്കാനൊക്കെ പഠിപ്പിക്കുന്നത് നല്ലതാണ്. അവർക്കൊരു ഓർഡർ വരും, ജീവിതത്തിന് ഒരു ഡിസിപ്ലിൻ വരും. കുറേ ചെറിയ കുട്ടികളെയൊക്കെ പഠിപ്പിക്കാൻ ഇവനെ തന്നെ ഇവന് 3ാം ക്ലാസ് കഴിഞ്ഞു, ഇനി 4ലേക്കാണ്. ഇതൊക്കെ അവൻ പൈസയാക്കിയതാ പോലും. LKGയിലെ പുസ്തകമാണത്. അതവന് യൂസ് കഴിഞ്ഞു. പിന്നെ അത് ഞാൻ അറിയില്ല ഇങ്ങനെ ചെയ്തു വെച്ചത്. അതിന് കുറേ പൈസയാണെന്നാണ് പറഞ്ഞത്. ആൾ തനിച്ചായത് കൊണ്ട് തന്നെ ഒറ്റയ്ക്ക് ഓരോരോ കളികളൊക്കെ കളിക്കുകയാണ് ചെയ്യുക. ഞാൻ ആ മേശയൊക്കെ തുണി വെച്ച് തുടച്ചു. വേഗം തന്നെ അടിച്ചു വാരൽ ഫിനിഷ് ചെയ്യാൻ വേണ്ടി നിന്നു. റൂം വേഗം അടിച്ചതിന് ശേഷം ഹാളിലേക്ക് കടന്നു. ഇനി ഹാളിലുള്ള സീറ്റൊക്കെ ഒന്ന് തുടക്കാനുണ്ട്. വേഗം പൊടി പിടിച്ച് നിൽക്കും. ഇപ്പം തുടച്ച് കഴിഞ്ഞാൽ തന്നെ വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് കണക്കാണ്. നല്ല പൊടിയാണ് ഇവിടെ. ജസ്റ്റ് തുടച്ചു. ഇനി ഹാളൊന്ന് അടിച്ചെടുക്കണം. ജനലൊക്കെ പൊടി പിടിച്ച് കിടക്കുകയാണ്. കടലിൻ്റെ സൈഡായതുകൊണ്ട് തന്നെ വേഗം തുരുമ്പ് പിടിക്കുകയും ചെയ്യും. അങ്ങനെ ജസ്റ്റ് ഒന്ന് സ്പീഡിൽ ചൂല് വെച്ച് തന്നെ പൊടിയൊക്കെ തട്ടി വേഗം അടിച്ച് കംപ്ലീറ്റ് ചെയ്യാൻ തുടങ്ങി. ഇത് കഴിഞ്ഞിട്ട് വേണം അലക്കുന്നത് ഫിനിഷ് ചെയ്യാൻ വേണ്ടി.
അതിനിടയിൽ കുറച്ച് ഡ്രസ്സ് കൂടി അലക്കാൻ വേണ്ടി കിട്ടിയിട്ടുണ്ട്. അത് കൊണ്ടുപോയി അലക്കുന്ന ബക്കറ്റിൽ കൊണ്ടുപോയി ഇടുകയാണ്. വേഗം ഹോൾ അടിച്ച് ക്ലീൻ ചെയ്തെടുക്കുകയാണ്. നല്ല പൊടിയുണ്ട്. ഈ സമയം അമ്മാറ് റൂമിൽ നിന്ന് കളിക്കുന്നുണ്ട്. ഞാൻ ഹോൾ അടിക്കുമ്പോൾ അവൻ വേഗം റൂമിലേക്ക് പോകും. കുട്ടിക്കാരും കളിക്കാൻ അടുത്തൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ അവൻ ഒറ്റയ്ക്ക് തന്നെയാണ് കളിക്കുക. അവൻ്റെ ടെഡ്ഡി ബിയറും സ്പൈഡർമാനും പിന്നെ അവൻ ക്രിയേറ്റ് ചെയ്ത കുറേ ക്യാരക്ടേഴ്സുമായി അവിടെ ബഹളമായിരിക്കും, കളിയുടെ ബഹളമായിരിക്കും. ശബ്ദം ഉണ്ടാക്കില്ലേ, ഞാൻ കളിക്കുകയാണ് ഇടയ്ക്കിടയ്ക്ക് പറയും. ഇന്ന് നല്ല കരിനത്തൽ കിട്ടിയിട്ടുണ്ട്. ചില നാടുകളിൽ ഇത് നത്തോലി എന്നാണ് പറയുക, ഞങ്ങളിവിടെ കരിനത്തൽ എന്ന് പറയാം. ഇന്ന് കുറച്ച് മസാലയാക്കി പൊരിക്കാമെന്ന് കരുതി പാകത്തിന് ഉപ്പും മുളകും മല്ലിപ്പൊടിയും മഞ്ഞൾ പൊടിയും കുരുമുളക് പൊടിയും ഒക്കെ ഇട്ടിട്ടാണ് ഇന്ന് ഫ്രൈ ചെയ്യുന്നത്. അങ്ങനെ ഒക്കെ മിക്സ് ചെയ്ത് ഒത്തിരി വെള്ളവും ചേർത്ത് മിക്സ് ചെയ്ത് മീനിൽ പുരട്ടി വെച്ചു. എൻ്റെ ബ്രദർ പറഞ്ഞതാണ് കുറച്ച് മസാലയൊക്കെ ആക്കി പൊരിക്കണം, അവർ മുളക് മഞ്ഞൾ മാത്രം ഇടരുത്, മസാല ആക്കി പൊരിക്കണം എന്ന് പറഞ്ഞത് കൊണ്ടാണ് മല്ലിപ്പൊടിയൊക്കെ ഇട്ടത്. പുള്ളിക്ക് അങ്ങനെയൊക്കെ നല്ല ക്രിസ്പി ആയിട്ട് ഫ്രൈ ചെയ്യുന്നതാണ് ഇഷ്ടം. അപ്പോൾ അതേപോലെ ചെയ്യാമെന്ന് വിചാരിച്ചു. കൈ കൊണ്ട് തന്നെയാണ് മിക്സ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി വേഗം പാൻ അടുപ്പത്ത് വെച്ച് അതിൽ ഓയിലൊഴിച്ച് ചൂടായ ശേഷം ഫ്രൈ ചെയ്യാൻ വേണ്ടി ഇടുകയാണ്. ആദ്യം ലോ ഫ്ലെയിമിലാണ് കുക്ക് ചെയ്യുന്നത്. കുറച്ചൊരു 2-3 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷമാണ് ഫ്ലെയിം കൂട്ടി കൊടുക്കണം. എന്നിട്ട് ഒരു ഭാഗം നന്നായി ഫ്രൈ ആയി കഴിയുമ്പോൾ ഒന്ന് മറിച്ചിട്ട് കൊടുക്കണം. അങ്ങനെ കുറച്ച് നേരം വെച്ച് നല്ല മൊരിയിച്ചെടുക്കണം, എന്നാൽ മാത്രമേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇതിലേക്ക് ഞാൻ കറിവേപ്പിലയും നുറുക്കിയിട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ പച്ചമുളകും ചെറുതായി വട്ടത്തിൽ അരിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട്. മുളക് പൊടി പോരാനും തോന്നിയത് കൊണ്ട് ഇത്തിരി മുളക് പൊടി കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിനിടയ്ക്ക് മെഷീനൊന്ന് വന്ന് നോക്കി ഡ്രസ്സൊക്കെ വാഷ് ചെയ്തത് ഒന്നുകൂടി വെള്ളമൊഴിച്ച് കഴുകാനിട്ടിട്ടുണ്ട്. അങ്ങനെ അലക്കലൊക്കെ കഴിഞ്ഞു, മീനൊക്കെ ഫ്രൈയും ചെയ്തു. ഇനി വർക്കൊന്നുമില്ല, കുളിച്ച് ഫ്രഷായി ഇനി ഊണ് കഴിക്കാൻ പോവാണ്. നമുക്കിന്നത്തെ സ്പെഷ്യൽ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇന്ന് ചോറിന് നത്തോലി, അതായത് നത്തൽ ഫ്രൈ ഉണ്ട്, ഉമ്മ വെച്ച സാമ്പാറുണ്ട്, അതേപോലെ തന്നെ ചീര ഉപ്പേരി ഉണ്ട്. ചീര വറവ് എന്ന് പറയും, ചീര ഉപ്പേരി എന്ന് പറയും, ഏതായാലും അതൊക്കെ ഉണ്ട്. ഇത് 3ഉം കൂട്ടി നല്ലൊരു ഊണാണ് ഇന്നുണ്ടായിരുന്നത്. വളരെ സന്തോഷമായി. ഞാൻ നല്ല ഹാപ്പി ആയിട്ട് ചോറൊക്കെ കഴിച്ച് കുശാലായിരിക്കുകയാണ്. പൊതുവേ എൻ്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത് അലക്കുക, നിലമൊക്കെ അടിച്ചു വാരി തുടക്കുക, രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ്, അതേപോലെ രാത്രിയത്തെ ഡിന്നർ. ഇതാണ് എൻ്റെ വർക്ക്. വീട്ടിലുള്ള വർക്ക് ഇതൊക്കെയാണ്. ഉച്ചക്കത്തെ ചോറും കറിയൊക്കെ ഉമ്മയാണ് മെയിനായിട്ട് പ്രിപ്പയർ ചെയ്ത് വെക്കാറ്. അപൂർവമായിട്ട് മാത്രമേ ഉച്ചയ്ക്ക് ഞാൻ കിച്ചണിൽ കയറാറുള്ളൂ. ഇന്ന് രാത്രി മക്രോണിയാണ് ഉണ്ടാക്കാൻ ഉദ്ദേശിച്ചത്. ഇത് എൻ്റെ സ്റ്റൈല് മക്രോണിയാണ്. പ്രത്യേകിച്ച് റെസിപ്പിയൊന്നുമില്ല, ഉള്ള സാധനമൊക്കെ ഇട്ടിട്ട് മക്രോണിയും വേവിച്ചിട്ട് ഒരു മക്രോണി. നമുക്ക് നോക്കാം റെസിപ്പി എങ്ങനെയാണ്. 1/4 കിലോ ചിക്കൻ ചെറുതായി കട്ട് ചെയ്ത് ഫ്രൈ ചെയ്തെടുക്കണം. പിന്നെ മക്രോണി വേവിക്കാൻ വേണ്ടി വെക്കണം. വെള്ളത്തിലേക്ക് ഇത്തിരി ഉപ്പും ഓയിലും ഒഴിച്ച് ഹാഫ് ബോയിൽ ആവുന്നത് വരെ വേവിച്ചെടുക്കണം. അതിനുശേഷം ഉള്ളി, പച്ചമുളക്, തക്കാളി ഒക്കെ വാട്ടിയെടുക്കണം. വാട്ടിയെടുത്ത് അതിലേക്ക് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്ത് ഈ ഫ്രൈ ചെയ്ത ചിക്കനും ചെറിയ പീസുകളായി നുറുക്കി മിക്സിയിലൊന്ന് ക്രഷ് ചെയ്തെടുത്താലും മതി. അത് ഈ മസാലയിലേക്ക് ചേർത്തിളക്കി വേവിച്ച മക്രോണിയും അതിലേക്ക് ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കണം. നമ്മൾ സിമ്പിൾ മക്രോണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അങ്ങനെ സിമ്പിളായിട്ടുള്ള ഇന്നത്തെ ഒരു ഡെയിലി വ്ലോഗ് ഇവിടെ അവസാനിച്ചിരിക്കുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ബൈ, ഗുഡ് നൈറ്റ്.